നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. അത്ഭുതം കണ്ട് വിശ്വസിച്ചവർ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കുവാൻ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പെരുന്നാളിന് പോയത് സാധാരണ ആളുകൾ പെരുന്നാളിന് പോകുന്ന പോലെ അവിടുത്തെ കാഴ്ചകൾ കാണാനും അല്ലെങ്കിൽ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ കണ്ട് പരിചയം പുതുക്കാനും വിവാഹാലോചന നടത്താനും അതിനൊന്നും ആയിരുന്നില്ല. യേശു പോയത് അവിടെയുള്ള പാപികളെ തേടിയാണ്, അല്ലെങ്കിൽ രോഗികളെ തേടിയാണ്, ഭിക്ഷക്കാരെ തേടിയാണ്. അതായത് വിഷമം അനുഭവിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനാണ് യേശു അവിടെ പോയത്. യേശു കണ്ടവരോടൊക്കെ സുവിശേഷം പറഞ്ഞു. യേശു പല രോഗികൾക്കും സൗഖ്യം നൽകി. ഇത് കണ്ട പൊതുജനം പലരും യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ യേശു അവരെ വിശ്വസിച്ചില്ല. എന്താണ് യേശു അവരെ വിശ്വസിക്കാഞ്ഞത്? അവരെന്താ വിശ്വസിച്ചത്? യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്നല്ല അവർ വിശ്വസിച്ചത്. പിന്നെ യേശു ഏലിയാവിനെ പോലെ ഒരു പ്രവാചകൻ. ഏലിയാവ് മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ, ഏലീശ മരിച്ചയാളെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഏലിയാവും ഏലീശയും ഒക്കെ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പം അവർക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രവാചകനാണ് യേശു. അതേ അവർ വിശ്വസിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ പോരാ. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നതാണല്ലോ, യേശുവിൻ്റെ ശരീരമോ? മിക്ക ആളുകളും പറഞ്ഞ ഉത്തരം യേശുവിൻ്റെ ശരീരം മറിയാമിൽ നിന്നുള്ളതാണെന്നാണ്. കാരണം വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, കന്യാമറിയാമിൽ നിന്ന് ജഡം സ്വീകരിച്ചു എന്ന്. പ്രിയപ്പെട്ടവർ, യേശു മറിയാമിൽ നിന്ന് ജഡം, ശരീരമോ രക്തമോ സ്വീകരിച്ചിട്ടില്ല. യേശുവിൻ്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവർ, ഞാൻ സ്വർഗീയൻ. അപ്പോൾ യേശു ആദാമിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളല്ല. ആദാം മണ്ണുകൊണ്ട് പണിയപ്പെട്ടു. ആദാമിൻ്റെ സന്തതി പരമ്പരകളെല്ലാം മണ്ണിൻ്റെ മക്കളാണ്. എന്നാൽ യേശു മണ്ണിൽ നിന്നുള്ള ആളല്ല. യേശുവിൻ്റെ ശരീരം അത് സ്വർഗീയ ശരീരമായിരുന്നു. അതുകൊണ്ടാണത് മണ്ണോട് മണ്ണായി തീരാതിരുന്നത്. യേശുവിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നു, പക്ഷേ ശരീരം മറിയാമിൽ നിന്നാണ്, രക്തം മറിയാമിൽ നിന്നാണ് എന്ന് വിശ്വസിക്കരുത്. വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. യേശുവിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നതുപോലെ യേശുവിൻ്റെ ശരീരവും സ്വർഗീയമാണ്. സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, ഉയരത്തിൽ നിന്ന് വന്നതാണ് എന്ന് വിശ്വസിക്കണം. എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ. യേശു പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ വേദപുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി, അത് പഠിച്ച് യേശു ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് മനസ്സിലാക്കി വിശ്വസിക്കണം. ചില ആളുകൾ യേശു ഒരു ദൂതനാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഗബ്രിയേലിനെ പോലെ, മീഖായേലിനെ പോലെയുള്ള ഒരു ദൂതനാണ് യേശു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു ചെറിയ ദൈവം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതായത് പിതാവിന് തുല്യനല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളം വിചാരിക്കുക ദാസരൂപം എടുത്തു എന്നാണ്. അപ്പോൾ പിതാവിന് സമനാണ്. സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ, സൃഷ്ടാവ്, രക്ഷിതാവ്, പരിപാലകൻ, ന്യായാധിപൻ. ഈ കാര്യത്തിലെല്ലാം പിതാവിന് തുല്യനാണ് യേശു. വിശുദ്ധിയുടെയും നീതിയുടെയും സത്യത്തിൻ്റെയും കാര്യത്തിൽ യേശു പിതാവിന് തുല്യനാണ്. പക്ഷേ
നമ്മെ രക്ഷിക്കാൻ മനുഷ്യനായി തീർന്നപ്പോൾ, മാത്രവുമല്ല നമ്മൾ പിതാവിനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് മാതൃക കാണിക്കാൻ തയ്യാറായപ്പോൾ യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. യേശു പിതാവ് പറഞ്ഞത് മാത്രം പറഞ്ഞു, പിതാവ് ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്തു. അത് യേശു സർവശക്തന അല്ല എന്ന് വരുന്നില്ല. അതുകൊണ്ട് യേശു മനുഷ്യത്വം സ്വീകരിച്ചു. എന്തിനാണ്? നമ്മുടെ വേദനയെ നരകമേൽക്കാൻ. 2, പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതിന് മാതൃക കാണിക്കാൻ. അപ്പോൾ ആ ഭാവം മാത്രം കണ്ടിട്ട് യേശു മനുഷ്യനാണ്, കരഞ്ഞു, പ്രാർത്ഥിച്ചു, വളർന്നു, ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, പിന്നെ അതുകൊണ്ട് യേശു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലുമല്ല. പിതാവിന് സമനാണ് യേശു. ഞാനും പിതാവും ഒന്നാണ് എന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പെസഹ പെരുന്നാളിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെയൊക്കെ കണ്ടിട്ട് അത്ഭുതം കൂറി ആശ്ചര്യത്തോടെ അവര് യേശുവിനെ ഒരു പ്രവാചകനെ പോലെ വിശ്വസിച്ചു. പക്ഷെ യേശു അവരെ വിശ്വസിച്ചില്ല. കാരണം മനുഷ്യനിലുള്ള എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ അവന് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. യേശുവിനെ അറിയാമായിരുന്നു. അവര് ഞാൻ ദൈവത്തിന് മനുഷ്യാവതാരമാണ്, ദൈവം മനുഷ്യനായി തീർന്നതാണ്, മനുഷ്യനെ നരകമേറ്റ് മരിക്കാൻ വന്നതാണ്, എന്നെ രക്ഷകനായി സ്വീകരിച്ചാൽ പുതിയൊരു ജീവിതം ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ യഹൂദ മതത്തോടും അല്ലെങ്കിൽ മതങ്ങളോടൊക്കെയുള്ള ബന്ധം ഉപേക്ഷിച്ച്, പാപത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യരാകണം. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശു ദൈവമാണെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. അത് തികച്ചും ന്യായമല്ലേ? പക്ഷേ യേശുവിനെ അനുസരിക്കാനൊന്നും ആൾക്ക് മനസ്സില്ല, വിശ്വസിക്കാൻ മനസ്സാണ്. ഇന്നും അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. യേശു ജനിച്ചു, ജീവിച്ചു, മരിച്ചടക്കപ്പെട്ടു, സ്വർഗത്തിൽ പോയെന്നൊക്കെ അവർ വിശ്വസിക്കും. അവർ പറഞ്ഞാൽ ഞങ്ങളും യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. അത് യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കണം. യേശു എൻ്റെ നരകം അനുഭവിക്കാൻ, എനിക്ക് പകരം ശിക്ഷയേൽക്കാൻ, സ്വർഗത്തിൽ നിന്ന് അത് പിതാവിന് തുല്യനായിരുന്നവൻ മനുഷ്യനായതാണ് ദൈവമായ യേശു. എന്നെ സ്നേഹിച്ച് എൻ്റെ ശിക്ഷയേറ്റു. അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കണം, സ്നാനപ്പെടണം, ദൈവമക്കളോട് ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. യേശു പറഞ്ഞത് എന്താണ്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ നടുവിൽ ഞാനുണ്ടെന്നാണ്. അപ്പോൾ യേശുവിനോടൊപ്പം ഒരു ആത്മീയ ജീവിതം ഭൂമിയിൽ വേണമെങ്കിൽ യേശുവിൻ്റെ മക്കളോട് ചേർന്ന് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തയ്യാറാകണം. അതിനൊന്നും ഇവർക്ക് മനസ്സില്ലാതിരുന്നത് കൊണ്ടാണ് യേശു അവരെ വിശ്വസിക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിശ്വസിച്ചാൽ പോരാ, യേശു നമ്മയും വിശ്വസിക്കണം. ഗലാത്യ ലേഖനത്തിലുണ്ട്, ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ ദൈവമായി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരെയാണ് യേശു വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.